കുമറുമലിയൂ ബസേലിയോ റോയോ ഗബയോ ഓനൊക്കലാഹസോ സൊക്കു സോഹയോ വൽഗുരുക്കോ സോക് ഹിമസഖയോ ലാലോ ഹോ മൗദയോ ദഖ ബുഖ ലോറോയോ പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതൽ നീക്കും തന്നെ ആമേൻ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാലേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാലേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാലേ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപുലാന്റെ ആരോട് കരുണയും നമസ്യ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ നിന്റെ ഒരു നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോതിരുമപ്പനോട് ഞങ്ങളെ രക്ഷോളണമേ. എന്തുകൊണ്ട് ആദ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെമേ
പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദേവപുരാണ്ട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ശ്രീയോദ്ധാനത്തിനേകി ശരണം ജീവിപ്പിൻ നേടിയവൻ സംഭൂജന്യൻ പൗലോ സോതുന്ന സ്ഥിരനോടേവം ഭോഷധാന്യം വിധ ചെയ്താൽ വളരാകേടന്യേ മഹിമ ബോടാദാമ്യകുലം ജീവിച്ചിടുമെന്നറിയിച്ച പാറയ്ക്കുമോ മെൻവോലം വാദാമുൽ വോലം വൽമീനാബി പാതാള ജന്നികാമൃതിയെ വെന്നോരാദ്യതനൂജൻ സ്തുത്യൻ തന്നെ കണ്ട ശ്വാസ പ്രാതം തലതാഴ്ത്തിക്കൂ സുന്നാഥ പീഴപോക്കി നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ മൃതരിൽ ശാന്തിയാണ് ചേകൂക പരിഹാരം നിന്നഭയേ മൃതരേ അബ്രാഹാമിസഹാക്ക് യാക്കോബ് നിവർത്താൻ മടിയിൽ പാർപ്പി വന്നവനാം വരുവോ മൃതരേ ഏറ്റുന്നു സുതന നാർത്തിയിടും മെയ്യോടാത്മാവും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സുഷാവേ നിനക്ക് സ്തുതി. ബാബുലാന്യാരോട് കരുണയെന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുഷ്ട സർവ്വത്തിലെ പോലെ ഞങ്ങളെ രക്ഷോരണമേ. ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവേ ശമിച്ചിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സോളോനെയോർത്തുടയമേ തമ്പുരാന്റെമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളുടെ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, സുഷാവേ നിനക്ക് സ്തുതി. പാപിലാന്യാരോട് കരുണയെന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുഷ്ട സർവ്വത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. കരുണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക്
പറഞ്ഞു പറയുമേ നിന സമാധാനം. അനുഗ്രഹങ്ങളും കരുണയും ഞങ്ങളുടെ ഭർത്താവും ദൈവമേ നിന്റെ മാതാവിനെയും എല്ലാ പരിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും ഈ നേരം തിരുസന്നിധിയെ ഞങ്ങൾ സ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും അവരെ പോലെ നിനക്ക് ഇഷ്ടന്മാരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ദൈവമേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങൾ മായിക്കണമേ. എൻ്റെ പാപങ്ങൾ തന്നെ എവിടെ പാകണമേ. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു. എന്നാൽ അതിൻ്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവേ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. അറിയിച്ചു എന്റെ സോപ്പാരുടെ മേത്തളിക്കണമേ. ഞാൻ വെടുപ്പാക്കപ്പെടും, അതിനാൽ വെണ്മയാക്കണമേ. കുറച്ചു മതിനേക്കാൾ ഞാൻ വെണ്മയാകും. എൻ്റെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായിക്കണമേ. ദൈവമേയോടുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എളുപ്പതാക്കണമേ. തിരുമനെ തള്ളിക്കളയരുത്. നാലോ നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് നീ തിരിച്ചു തരണമേ. മഹത്വമുള്ള റൂഹായനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ഹോമബലികൾ ഇഷ്ടപ്പെടും. യോഗ്യമാകുന്നു. എന്റെ വാനങ്ങൾ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളണമേ. പ്രാർത്ഥന മനുഷ്യരോടുകൂടെ ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുത്. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയെ കൊഴുപ്പിക്കരുത്. എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥനകളുടെ ദോഷനിമിത്തമാകുന്നു. അവിടെ ന്യായാധിപന്മാർ പാറയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് കൊടുത്തപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഒടുവഴികൾ അറിയുന്നു. എന്റെ നടപ്പുകട വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേത സ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ള ദേശത്ത് എൻ്റെ ഓഹരിയുമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പിടിപ്പിക്കുന്നു, എന്നെ വിടുവിക്കണമേ. എന്നാൽ അവരുടെ കാവലുള്ളവരായി തീർന്നു.
രക്ഷിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തോടിരിക്കണമേ. നീ എനിക്ക് വേണ്ടി പാരം ചെയ്യുമ്പോൾ നീതിമാന്മാരുടെക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഇപ്പോഴും നിന്റെ ഉള്ളിരിക്കുന്നു. നിന്റെ പ്രമാണം ഞാൻ പറഞ്ഞില്ല. ആവിനിടയ്ക്കായിക്കിടയിൽ വെച്ചു, എന്നാൽ ഞാൻ അല്പം തെറ്റിപ്പോയില്ല. ഞാൻ എന്റെ സാക്ഷ്യം നീ അവകാശമായി സ്വീകരിച്ചു. എന്നാൽ എന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ അല്പദേശത്തോട് ജീവാനായിട്ട് ഞാൻ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ കൃപപതി സവിധം ശമവും ശാന്തിയും ഉലകങ്ങും വാഴട്ടാദീന സദയം നീക്കിടട്ടെ സകല നിവാസങ്ങളിൽ ഹരിശത്തിൻ്റെ സൗമൻ കാലസ്കുറിയേലായിസോ. നാഥനെ വാഴ്ത്തുവിനുത്തമരെ പരിമളധൂപയുതാം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ. പാറയ്ക്കുമോ പരിമളധൂപയുധം ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുകോട്ട. ദൈവപ്രസവേത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിമളധൂപം. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹനർക്കും പുനരുദ്ധാനദിനെ മശിഹായെ കാൺമാൻ കാൺപിച്ചൊരു നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. തുണ ചെയ്യുക നാഥാരാപകന മേലോറിസിലേമേ മശിഹാസുരസ്വമിതേ വിശ്വാസികളാ വാനിലും മൊഴിയിലേതനിലും ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ. നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തന്നുദരത്തിൽ ഭുവിസ്വർഗേ തസ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. നാദാ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃസ്മരണത്തിൽ. പാറയ്ക്കുമോ ശ്വലബോലബുറുവൽ റൂഹോ കാദീശോ മെനവോലം വാഴ്വേറും നിർമ്മലകൻ പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടായി ഭിന്നത സഹോദരൻ സന്താനങ്ങളില്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുഷ്ടാർക്കികരതിനെ ചുറ്റുന്നു. സത്യമതാമൂശൈലാവചനം കനകം പോ ശോധിച്ചിടട്ടെ.
വൈദിക വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനേ. ക്രൂശിന്മേൽ തലചായിച്ചുന്മലഭാഗത്തായി മുടിമുളை ആർത്തോമാ പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കായി സൗഖ്യമിയറ്റിടുവാനധികാരം തേ നൽകി വരൻ. വാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്ക് അഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ആഹ്വാനം ചെയ്യുന്നു ദവിക്കെത്തുക നാഥ കലഹി ന്യായാധിപതേ അങ്ങേക്കരിശോ ചത്തകടത്താലെന്തല താഴ്ത്തരുതേ വിധിക്കേ. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും എന്തിരുമയ്യും രക്തമോർത്തന്മേൽ കൃപ നിൻ സ്നേഹാശ്ലീപാജൻ കൂപ്പി പിഴ പോക്കി നിന്മയിരുതിരങ്ങൾ ഇതമൊടു കരുണാമയനീശോ മമ നൽകുക മുക്തി. ഖേദം വേണ്ട മശിഹായിൽ മൃതി പൂണ്ടോരേ ആസന്നം ിളപ്പൻ കൃപ ചെയ്വതുപോലെ ലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. സ്വലാപോലവറുവൽ റൂഹോ ഗാദീശോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുടർത്തണമേ. കബറി സൗമൻകാലസ്തുയേലായിസോ ആധാതാവകമിരു ലോകം നിന്നധികാരം ജീവിതരേഖ തൻപാൽ മുക്തിമൃതർക്കേക മാറിക്കുമോ. സ്വലാപോലവറുവൽ റൂഹോ കാദീശോ മൃതജീവ പ്രദനെ കബറി കേട്ടിടുന്നോരെ പ്രേക്ഷകരാജനുമാമലൻ ൃഹായ്ക്കും മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം ഭാവിതുപുത്രേ ഭൂപാലരനി നിർമ്മലമാണിക്കല്ല നീ നിന്നിലുദീച്ച ബാലമായോനോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. എല്ലാരവാസം ചെയ്തും ദാമ്പത്യത്തെ രൂപം നൽകിയൊരാഗ്യം ആഹ്വാനത്ത അഴിവന്യമേ എഴുന്നേൽപ്പിക്കും. ഭാഗ്യവതിക്കും ശ്രീതർക്കും
ഭക്തർക്കും സ്വർഗ്ഗ ഉയരത്തി ഈ സഭയിലും ഉണ്ടായിടട്ടെ. ഓറാനീശുശിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾ നടക്കരുത്. കർത്താവേ, ഇതിന് മരണത്താടോണമായി പെടുവാനായിട്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളാരോട് കരുണയെന്ന് വെച്ച രാജാവേ, നിനക്ക് സ്തുതി. പുരുഷനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധ പൂർണ്ണമേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ വൃക്ഷസ്രോതത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഋണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഋണംപാവുകളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിനിയോഗത്തിലും അപ്പോഴും ഞങ്ങളെ രക്ഷോളം. ഞങ്ങളുടെ നാലാദ്യം ശക്തിയും മഹത്വവും മറിയമേതിന് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെയാവുന്നു. എന്റെ ഫലമായ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാണ്. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിലും എമ്പ്രാന്റെ അപേക്ഷ കൊള്ളണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാരോട് കരുണയെന്ന് വെച്ച രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുന്നു. പുരുഷനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമേ, നിന്റെ രാജ്യം വരണമേ. രോഷസ്രോതത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഋണക്കാരോട് ക്ഷമിച്ചതുപോലെ ഋണഭാവങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. മറിയമേതിന് സമാധാനം. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധ കേകും മോദ കാവൽ വേലി തോത്തന്നെ നാഥായൻ വമരോധിക്കല്ല രക്ഷിച്ചൻ മാരഗതിനേകുകവാസം തിരുഹിതമാമുസ്താനേബാർക്കുമോ സ്വലബോലബറുവൽ റൂഹു കാദീശോ പാപം ചെയ്തോരോടാർദ്രതയുള്ളോനെ ആൻപോ വേണമേ നിന്മേ ദിവസത്തിൽ ആർത്ത
ഒട്ടുന്നു കൃപ കാനിവോടാർത്തന. ദോഷം നിന്നോടടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസ്തവത്തെ സമീപിക്കുകയുമില്ല. എന്നാൽ ദസല വഴികൾ നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് അവന്റെ മാലാമാരോട് കൽപ്പിക്കും. നിന്റെ കാലം നിനക്ക് വഹിക്കുവാൻ അവർ തങ്ങളുടെ ഭുജങ്ങളുമേ നിന്നെ വഹിക്കും. സർപ്പത്തെ അണലിയെ നീ ചവിട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഇരക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശം ഭൂമിയും സൃഷ്ടികർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവുന്നു. കർത്താവ് തന്റെ വലത് കൈകൊണ്ട് നിനക്ക് നിഴലിടും. പകലാത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങൾ നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ശോലാപുലപുറോകാദീശോ മഹോന്നതന്നെ മറുവിളിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ചെറുകും കഴിയുകളെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹാം, നിരപറഞ്ഞിരിക്കുന്ന സന്ധിയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. ആവേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങൾ നിൽക്കണമേ. നിന്റെ ശ്ലീപാദുഷ്ടം നിന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എന്നെ പ്രസവിച്ച മറിയാമിൻ്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയുമാവത്തുള്ള ദൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ എന്നേക്കും വിശുദ്ധിയുമാവത്തുള്ളവനുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. പുരുഷനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞ മറിയമേതിന് സമാധാനം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും രക്ഷയ്ക്ക് വേണ്ടി സർവ്വത്തിൽ ഇറങ്ങി ശുദ്ധരോഗായ ും മരിച്ചവരെയും എന്റെ വലിയ മഹത്വത്തിൽ വരുവാനിരിക്കുന്നവരും സാലദേഞ്ഞിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും നിൽക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലേന്മാരും മാതൃ സംസാരിച്ചനുമായ ഒരു വിശുദ്ധിയുള്ള കൃപാവിനും കാതോലികോ ശ്ലൈംഗികവുമായ
ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനത്തിന് മാമോദീസ. ഒരിക്കൽ മാത്രമാവുന്നങ്ങളെ പറഞ്ഞ മരിച്ചുപോയവരുടെ ഏർപ്പിലും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സംകാലസ്കുറിയലായിസോ എന്നാ സ്തുതിയുടെ രാജങ്ങൾ ഹാലി ലുയ്യായോ ഹാലി ലുയ്യ നിന്മലമൈ രാജഭാമിനിയും നടകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യാ നിന്ദനമോർത്തായ ുലാവോലുവറോവൽ റൂഹോ കാദീശോവനോ ഉത്തർവുകഴ്ച ഭാജനമേ നിന്നെ അന്യമകൾക്കായി ശ്ലോമോ നിന്നോട് കൂടെ സുലഭുലബുറോൽ റൂഹോ കാദീശോം ഇടരുതേ പരിശുദ്ധേ ഞങ്ങൾ ദേവാൻവന പോലെ തളിർത്തിടുമേ ഹാലേലൂയ്യ വളരുമവല്ലവനോൻ കാരകിൽ പോൽ തുലപോലവറോവൽ റൂഹോ കാദീശോം ഒരുപോലിങ്ങും അർത്തോമാശ്ലീഹ ഉണ്ട് പ്രാർത്ഥനയെ സമയമീതല്ലോ മോറോ ഗ്രിഗോറിയോസ് പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാഴ്ത്തേണം പാറയ്ക്കുമോ സുലഭുലവറോവൽ റൂഹോ കാദീശോ നിന്നെ മരിച്ചൊരുതാകനും മോർദിവന്നോടിയോ നിന്നോട് ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്ക് പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും തൻ കോപത്തിൻ അടികളെയും വായിച്ചിടാം നേടിയ ആചാര്യന്മാരും മഹിമേ നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ നിന്നെ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ സുലഭോലവറോവൽ റൂഹോ കാദീശോ ശുദ്ധിയുടെ ശുദ്ധ്യാപേഷ്കുദിശാസ് സ്പർശിച്ചുള്ള പാദങ്ങൾ ദ്വാരം മനമരുന്നു മദ്വഹായിൽ കാർത്രോ ശുശ്രൂഷിച്ചോര പിഞ്ചല്ലോ
സ്വലബോലവറോ അൽ റൂഹോ കാദീശോ ദൈവസുധാ ശുശ്രൂഷിച്ചൊരു വൈദികരെ അരമണിക്കൂർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവസാനം ഒറിയോറാഹേ ശ്യാമശി പുണ്യം സ്തോത്രം. It's nice to see all of us are able to join today. I know it's a working day, but still we made it a point to come and join in this time that we have with our Baba Tirumeni, our Metropolitan, and the dignitaries on the dais. സെൻറ്റ് ജോർജസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവക എന്ന ഈ ചെറിയ ഇടവകയെ സംബന്ധിച്ച് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ ഒരു ചരിത്ര മുഹൂർത്തത്തിന് വേദിയാവുകയാണ്. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ നിതാന്തവന്യ ദിവ്യശ്രീ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി എഴുന്നള്ളി വന്ന് നാം ഏവരെയും ധന്യരാക്കിയിരിക്കുന്നു. പരിശുദ്ധ പിതാവിനോടൊപ്പം അല്പസമയം ചിലവഴിക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. By the grace of God Almighty, we shall begin this meeting with an opening prayer. I would humbly request His Holiness to lead us in prayer. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുസ്രോതത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കും. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോതിന്മപ്പെടുന്ന നിങ്ങളെ രക്ഷോടും. നമ്മുടെ നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. Thank you, and you may be seated. Before we proceed, let me share a few guidelines, if that's okay. Information on our health and safety this evening. For people who would like to use the restrooms, we've got that on this side of the building, just outside this partition. So you will find one common restroom on the ground floor and a separate one for the men and the women upstairs. Our safeguarding officers and first aid officers for today are Mr. Binu Chandi and Mrs. Saumya Binu. Not sure if they are around. They like to wave their hands. Probably you'll know them. Yeah? Binu Chandi and Mrs. Saumya Binu. Perfect. For where 2 or 3 are gathered together in my name, there am I in the midst of them. Matthew chapter 18, verse 20. This verse assures that we have a very blessed evening today because we have the abiding presence of our Lord in our midst. Amen. Today is a special and blessed evening as far as St. George Orthodox City of London Church is concerned. It is our honor to have our beloved Baba Tirumeni, the Catholicos of the East and Malankara Metropolitan, His Holiness Basilius Marthoma Matthews III, and our beloved Tirumeni, Diocesan Metropolitan of UK, Europe, and Africa, His Grace Abraham Mas Stephanos. We are also blessed today with the esteemed presence of all the dignitaries. Especially, we would like to mention Reverend Father Andrew Keep and Miss Barbara Nicholson, representing the Church of England. We also have in our midst Reverend Father Verghese Matthew, Diocesan Secretary, and all the other Achans and elders have joined us today. Our Vicar, Reverend P.J. Binu, a very simple, down-to-earth
personality among the people that I have met in my life. He is our mentor and spiritual father, nurturing us every week. From disciplining us to having laughter together, Achan is with us as a family. At the outset, I welcome respected Achan for the welcome address. Glory be to the Father, Son, and the Holy Spirit. His Holiness Baba Tirumeni, beloved Diocese Metropolitan Stephanos Tirumeni, today's chief guest, Father Andrew Keep, parish priest of this church, Reverend Father, Very Reverend Abraham George Korepiscopa Achan, our Diocese Secretary, Varghese Matthew Achan, all dear clergy brothers, Malangara Sabha Managing Committee members, trustees, secretaries, and managing committee member of this parish, nearby parish members, and all the parish members of this church, dear children in Christ. This is the very special, blessed day for St. George's Orthodox Church in London. We are really blessed with our Baba Tirumeni's presence. This is an historical moment for our church. Really grateful to you, beloved Baba Tirumeni, and all other dignitaries. പരിശുദ്ധ ബാവ തിരുമേനിയെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ പ്രത്യേകമായിട്ടുള്ള അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ഈ ലണ്ടൻ മഹാനഗരത്തിലെ മധ്യഭാഗത്തിൽ നിൽക്കുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധ പിതാവിനോടൊരുമിച്ച് സർവശക്തനായിട്ടുള്ള ദൈവത്തെ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മുടെ സഭയുടെ പിതാവിനോടൊപ്പം നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. അതിനകത്തൊരു സംശയവുമില്ല. നമ്മുടെ സഭയുടെ കാതോലിക്ക ബാവ തിരുമേനി, എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണ് തിരുമേനിയാണ് ഈ ദേവാലയത്തിൽ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പ്രത്യേകമായിട്ട് സന്തോഷിക്കുന്നു. ഇത് അതുകൊണ്ട് തന്നെ ഈ ദേവാലയത്തിന് ചരിത്ര ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും വളരെയധികം വളരെ സന്തോഷത്തോടുകൂടെ പരിശുദ്ധ ബാവ തിരുമേനിയെ ഈ മീറ്റിങ്ങിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അശോക് മാത്യു നൗ പ്രസന്റ് ദ ബൊക്കെ ടു തിരുമേനി. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനം. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനാ ജീവിതം, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ടാകും, ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി എന്നുള്ളത്. ലിറ്റർജി നമ്മൾ ഞായറാഴ്ചയാണ് നമുക്കുള്ളത്. ആഫ്റ്റർ ദ ലിറ്റർജി ബാക്കിയുള്ള 6 ദിവസങ്ങളാണ്. അത് നല്ല രീതിയിൽ അതിൻ്റെ രീതിയിലും എല്ലാ മീനിങ്ങിലും പ്രാവർത്തികമായിട്ടുള്ള ഒരു പരിശുദ്ധ പിതാവാണ് നമ്മുടെ കൂടെയുള്ളത്. ബാബ തിരുമനസിൻ്റെ കൈകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും തിരുമേനി എത്രമാത്രം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്ന്. തിരുമേനിയുടെ പ്രവർത്തന മേഖല കണ്ടാൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തന മേഖലകളും ഏകദേശം 10-17 പ്രസ്ഥാനങ്ങൾ തിരുമേനി ഒരേ സമയം തന്നെ പാവങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു വലിയ പിതാവാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ ഈ ദേവാലയത്തിലേക്ക് ഈ പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത തീർച്ചയായിട്ടും നമുക്ക് വലിയ അനുഗ്രഹമാണ്. So many people have so many gift, but our beloved Tirumeni have the prayer of gift. പ്രാർത്ഥിക്കാൻ തക്കവണ്ണം വരം ലഭിച്ചിട്ടുള്ള ഒരു ആളാണ്. ഏത് പ്രതിസന്ധിയുടെ സമയത്തും പ്രാർത്ഥന കൊണ്ട് മാത്രം അതിനെ തരണം ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ ഇടയനാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ ദേവാലയത്തിലേക്ക് നമ്മുടെ ഇടവക മെത്രാപ്പോലീത്തെ സ്വാഗതം ചെയ്യുന്നു. ഷൈനു ഇപ്പോൾ പ്രസന്റ് ദ ബൊക്കെ.
this evening we have a very special guest in our midst, Reverend Father Andrew Keep, the parish priest of this church. Really, we are blessed and value your presence, dear Father. Okay, now I call upon Binu Chandy to present the bouquet to Father Andrew Keep. Very Reverend George Korepiscopa Achan is our former vicar and our senior most priest of our diocese, and only one Korepiscopa in our diocese. Wholeheartedly, I welcome you, Father. Now, I call upon Miriam to present bouquet to our beloved Joy Achan. Reverend Father Varghese Matthew Achan is our diocesan secretary. I wholeheartedly welcome Achan, and I request Soumya to present the bouquet to Achan. And Barbara, our this parish warden, she is with us in this evening, blessed evening. I welcome you also. Sweetie, now present the bouquet to Barbara. Okay. And one more special guest with our midst. We are really blessed with Sarah Bal. She is manager of Media and Communication Churches Together in England. She took interview of our beloved Baba Tirumeni and our beloved Tirumeni in the afternoon. Really, we are blessed with your presence. We are grateful to you in the name of St. George Orthodox Church. We welcome you also. Thank you for this meeting. Thank you. Okay. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരും നമുക്കറിയാം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എന്നിരുന്നാൽ തന്നെയും കൃത്യസമയത്ത് തന്നെ ദേവാലയത്തിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിച്ചു. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ തിരുമേനിയുടെ സെക്രട്ടറിയാണ്. അച്ഛൻ ഒന്ന് എണിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കാണാമായിരുന്നു. അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ പ്രസംഗിച്ചു. ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. ഇടവകയുടെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി ഈ ഇടവകയെ മുന്നോട്ട് നയിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ബിനു അച്ഛന് നന്ദി അറിയിക്കുന്നു. Congregation, as most of you know, was not formed in a year or two, isn't it? It was built through the prayers of our forefathers, men and women who labored in this country from a very humble beginning to what we are today. This city has witnessed Holy Eucharist in Indian Orthodox faith since 1970s. അതെ, ഈ ലണ്ടൻ മഹാനഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് 1970 മുതൽ മുടക്കം കൂടാതെ വിശുദ്ധ കുർബാന നടന്നു വരുന്നു. ഭാഗ്യസ്മരണാർഹരായ മുൻ കാതോലിക്ക ബാവമാരാലും ഭാഗ്യസ്മരണാർഹരായ അനേകം വന്യ മേൽപ്പെട്ടക്കാരാലും പ്രത്യേകം പേരെടുത്ത് പറയുകയാണെങ്കിൽ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, മക്കാരിയോസ് തിരുമേനി തുടങ്ങി മറ്റനേകം വന്യമേൽപ്പെട്ടക്കാരും വൈദിക ശ്രേഷ്ഠരും ഈ നഗരത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭയെ ഈ മണ്ണിൽ നട്ടുവളർത്തി വേരുറപ്പിക്കാൻ ത്യാഗങ്ങൾ സഹിച്ച മൺമറഞ്ഞ അനേകം പിതാക്കന്മാർ നമ്മൾക്കുണ്ട്. ഈ തരുണത്തിൽ അവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. I request one of the leaders of our church, Mr. K.I. Thomas, our beloved Rajan uncle, to shed some light on the history of our parish. Father, Son, and the Holy Spirit, one true God. Amen. His Holiness Basilios Marthoma Matthews II, the Supreme Head of our Church. May it please Your Holiness.
His Grace Abraham R. Stephanus, the Metropolitan of UK, Europe, and Africa, may it please your Grace. Our chief guest, Reverend Father Andrew Cape, Rector, St. Margaret's Pattern. Our very Reverend Abraham George, former priest of our congregation in St. Andrews by the Wardrobe, and later the vicar of St. George Church in parish in St. Margaret's Patterns. Father Varghese Matthew, our diocesan secretary, Father Nitin Koshi Achan, Father Benu Achan, and all our priests and friends who are brothers and sisters in Christ. I was asked to present a history of since 1898 till now in 5 minutes. So I thought that was going to be an impossible task for me to do that. So, but I would like to say before I starting this, I would like to fondly remember his late lamented His Grace Philippos Maria Eusebius, who has done a great job visiting British libraries and collecting a lot of information regarding our presence in UK when he was our vicar. So I fondly remember him with gratitude. The roadmap of our Malangara Orthodox Church reaching UK could be traced back to since 1898 through the ordination of the Father Ignatius of Latuni Abbey on 25th of July 1898 by His Eminence Rini Bilati. This could be considered to be the first step of the Orthodox mission of the British Isles. It was reported that His Grace Rini Bilati was consecrated in 1981 by His Eminence Metropolitan Alvarez Julius Paulus Mar Athanasius and St. Gregorius of Parimala himself. They always used to be very proud of especially remembering Parimala Tirumeni. His Beatitude Abba Seraphim British Orthodox Church has done a great detailed research of the episcopal ancestry of the Malabar Church reaching British Isles. In 1980, when our Father George Gurian, our vicar, he was now currently the Bishop of Bombay, His Grace Givarisma Kurlos, he had kept a close connection with the British Orthodox Church, and they used to visit our church very often. So but I don't know, now we have in 1926, we didn't have much of a presence of Indian Orthodox Christians in UK, but we used to have a service in the YMCA in Fitzroy Square, and once a month, and it was usually a combined service. Whoever the prelates or the priests come from India, they used to celebrate the Holy Liturgy. So some of them were Orthodox priests, some of them were the Marsama and the CSI. As our church grew bigger, then we decided to have our own service. Then I don't have time to go through everything because although I prepared, because I was told I have to finish it so quickly. But I should also recognize the relentless effort of Father K. George, who has a personal acquaintance with Father Reverend Coleman, or the rector of the St. Andrews Wardrobe, and also the close contact of our late lamented His Grace Paulos Gregorius with the Bishop of London, Right Reverend Gerald Ilson, 1977. We were given the church, we were able to acquire the church, which is St. Andrews by the Wardrobe, which is a very famous church in the history of the British, the Church of England, and being designed by the Christopher Wren, the same as this church, one of the world famous architects, and also the William Wordsworth, the writer, the dramatist, and the poet, he was also a parishioner. So we were all proud. We learned about the William Shakespeare when we were in the school. So we were very proud when we came and we acquired that church. And we were very heartbroken when we lost that church after the COVID for various reasons. And also in 1973, the meeting of, there was an Orthodox family took place in the residence of Mr. K. Matthew under the leadership of Father Abraham Alingal
and late K.M. George, and the Indian Orthodox congregation was formed at that time in 1973. And Holy Korban was celebrated once a month in YMCA for the next few years. In September 1976, His Grace late lamented Ostasios Sirmeni conducted the Holy Kurbana at YMCA and inaugurated in the Mahatma Gandhi Hall and inaugurated the Mar Gregorios Fellowship, which paved the way to become a St. Gregorios Orthodox Parish. In May 1977, His Grace late lamented Thomas Makarios, Metropolitan of Bombay, elevated the fellowship to St. Gregorios Indian Orthodox Church with the Father Alingel as the first vicar. In 1979, owing to the combined efforts of the Father K.A. George and his Paulos Gregorios, I already mentioned that we were able to acquire the St. Andrew Church. I still remember the first day when we had the service, Father Coleman came and looked in the back and said, how wonderful to have a Christian service in this church. So we were all ready to have a close rapport with all the rectors of the St. Andrews by the Batrope, and we are now delighted to have connection with our Father Andrew Keep as well in the same manner. And we first were part of the Bombay, and then after that we came under the UK, Europe, and Canada. And in 1979, because of the reorganization, we became part of the Delhi dialysis, and his late lamented Paulos Mar Gregorios Metropolitan became our Metropolitan of the diocese. And Tirumeni used to visit often, and he was the president of the WCC at that time. So, and he always made it a point that, so the parish, we didn't have any much of money or financial constraint. He always made it a point to travel at the time when he was having the meeting in Geneva, so that he can also make his pastoral visit. So now I would like to say, afterwards we bought a Parimala house to accommodate our parish, because they used to live in YMCA before, and we didn't have any office or anything, so we were able to buy that. And at that time, his late lamented Gregorios Sirmeni wrote the first constitution and drafted into English, and he made all the arrangements to buy that one. Later, that became the capital for buying the Broccoli Church. And when the Broccoli Church was bought, it was an empty hall with a lot of, there was nothing there. So it is a hard work of our present Metropolitan, His Grace Stephanos, Abraham Stephanos, and with all the other, when he was a vicar, did a lot of hard work and converted into a beautiful church. Not only he was doing the hard work, he was also raising funds, and all of our senior members generously contributed at that time to buy that church. And we had a very vibrant parish, both in Blackface and in Broccoli, especially in Blackface in the early 70s, 80s. We had youth league, we had a women's league, we had a lot of activities. We started our family conference, and we were invited to sing. We had a very vibrant choir. We were invited to go and sing in many places, in sister churches and Indian embassy and everywhere. We also had a lot of ecumenical activities, and especially when we had many of them, but I am only just mentioning one of it. When Ramban Skaria was here, we had a ecumenical cultural activity in SOAS under the University of London. And so we had a lot of great times. And also our church, the church in London, take pride in electing the first women trustee, Bessie Varghese and Bessie Marcos, who became the first trustee who take the office of the church in the whole of Malangara. And also we congratulate and remember with the gratitude of Sarah Maman, who fought for the women's right to vote in the general body.
At that time, until the women were not allowed to vote. So we have took a lot of lead as a London parish in a lot of developments. And another thing I remember from my is the service in Emma House. In His Grace, the Gregorius Metropolitan was invited as a special speaker in the Lambeth Conference. And after that, there was a service was organized in Emma House in Canterbury. And there were a lot of delegates who participated, and in the Lambeth Conference attended the Holy Liturgy. And it was a great experience. We all went also from London, and everybody had a great blessed time at that time. So there is a lot of things I can talk about the history, but at the same time I cannot conclude without saying thank you to the Church of England being kind to us in providing our churches. Especially I fondly remember Father Coleman, John Paul and Lynette Paul, and Father Guy Tweed and Rachel Tweed, who is now the Bishop of Gloucestershire, and Father Luke. And we had a very good rapport with them, and they were really kind to us and supported us. Without their support, we wouldn't have been developed into a big diocese of this country. So we really fondly and we thank God for their support and praise for us. And when we lost our church for very technicality, we lost Blackfriars Church. We were a scattered brigade. We didn't know where to go. So we are very grateful. Father Andrew Keefe has provided these facilities, beautiful church, which is another Wren church. And so we are very proud and we are part of this church. Thank you. I would also like to say thank you to our diocesan metropolitan for all the hard work who has given in organizing, running around all over the country and organizing the diocese and making it a very active, vibrant diocese, and also keeping it with a lot of ecumenical activities with other churches. So we are grateful for that, Triveni. Thank you. Here ends my speech. Thank you. Thank you. Thank you, Rajan Uncle, for bringing back old memories. We know how hard it is to condense all these years, but you did an amazing job. Thank you for sharing those moments with us. Uncle is always there to provide a very strong support in every initiative of this church. Thank you once again. Thank you, Uncle. Yeah, you can. We all know our beloved diocesan metropolitan, a humble servant of God, dearly known to all elderly generation as their Ebiachan. Tirumeni always maintains and builds a personal connect with the people, especially the youngsters. He was instrumental in starting a very new team very recently for the youngsters under the banner of OCYM called International Student Hospitality Team, dedicated to serve the students who travel from other countries to UK. He is indeed a blessing to us. I would humbly request His Grace Abraham Mas Stefanos Tirumeni to deliver the presidential address. In the name of the Father, Son, and of the Holy Spirit, one true God. Amen. Whenever I stand in a multicultural, multi-denominational settings, I take inspiration from a character from the Gospel according to St. Luke, which is from chapter 7, the centurion. He was an extremely different person who is obviously not from the Jewish community. He was a Roman soldier, a leader of the community, and as a soldier who was representing the Roman government, who was ruling over, he can be oppressive, but he wasn't.
unlike other people, he chose to be kind and compassionate to his slave. And then about him, people from other community, people who lived there, other religion, the Jewish elders came with the recommendation about him, requesting healing for his servant. And then the testimony gave by the Jewish elders who are from a different community about him to Jesus Christ was, he is worthy. But whereas when Jesus volunteered to go to his home in healing his servant, halfway through, the centurion came to meet Jesus and he said, I am not worthy for you to come to my home. And the testimony of Jesus about him was, I haven't seen such a faith even in Israel. I have a reason in stating all this about the centurion. About him, the testimony given by the people was, he is worthy. He himself said that I am not worthy. And then he was recommending for healing. This indeed reflects the greatest hospitality of a person, the kindness of a person. The testimony given by the Jewish elders was, he loved our people. And then again they said, he even built a synagogue for us. And for this evening, especially in the presence of Father Andrew Keep and Miss Barbara Nicholson, whom I am meeting for the first time, I just would like to express our heartfelt gratitude for your hospitality, for your kindness, for the way that you are opening the doors for our community. And what we can do in return, that we can just, following the pattern of the gospel, we can say that you are worthy for the mercy of God, for the healing of God. And we earnestly keep all of you and your ministry in our prayers and in the Holy Eucharist. So thank you, Father, for your kindness and for your hospitality. I wouldn't want to take much of any of your time anymore, because this evening together we are here to hear the word of blessings from His Holiness. This is indeed an evening full of blessings for us. Tirumeni, this parish church is certainly a unique one. This is a unique place for our young people to come together. It is very well connected, and the hospitality of this parish is very well known. The way that they embrace people, the newcomers, the way they cater with a good smile and good food, so you are extraordinary. I wouldn't want to, this is not a flattery, but it comes from my heart that I could only praise God Almighty for who you are. So I'm happy to present the church, which is habitually hospitable, to Your Holiness this evening. Please bless them with your words. Thank you, and God bless us. താങ്ക് യു തിരുമേനി. തീർച്ചയായും ഈ ഇടവക വളരെ യുണീക്കാണ്. സമാഗമനം കൂടാരം പോലെ എല്ലാ ആഴ്ചയിലും വന്ന് ഞങ്ങളിത് ക്രമീകരിച്ച് ഇവിടെ കുർബാന നടത്തുന്നു. അത് പുതിയതായി ഇവിടെ UK എത്തിച്ചേരുന്ന അനേകം സ്റ്റുഡൻസിനും പുതിയതായി ജോലിക്കായി എത്തിച്ചേരുന്ന അനേകം പേർക്കും ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി ഈ ദേവാലയം മാറിക്കൊണ്ടിരിക്കുന്നു. അഭിമന്യ തിരുമേനി, ഈ ഭദ്രാസനത്തിൻ്റെ ഒരു ഭാഗ്യമാണ്, ഈ ഇടവകയുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഒരു നല്ല ഇടയനെ പോലെ തൻ്റെ ആടുകളെ പേരെടുത്ത് വിളിക്കുവാൻ കഴിയുന്ന ഒരു
തിരുമേനിയാണ്, അഭിമന്യ സ്തേഫാനോസ് തിരുമേനി. ഇന്നത്തെ കാലത്ത് ഈ യുവതലമുറയെ എങ്ങനെ നമ്മുടെ സഭയിൽ നിലനിർത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. എന്നാൽ തിരുമേനിയുടെ വളരെ ക്രിയാത്മകമായ പല പുതിയ പ്രോഗ്രാംസ് കൊണ്ടും ഇപ്പോഴത്തെ തലമുറയെ നമ്മുടെ സഭയിൽ ചേർത്ത് നിർത്തുവാനും യുവജനങ്ങൾക്ക് വളരെ താല്പര്യത്തോടെ സഭയുടെ കാര്യങ്ങളിൽ ഇടപെടുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് വളരെ നല്ല ഒരു വലിയ മാറ്റമായി ഇന്നത്തെ ഈ ഇടവകയും നമ്മുടെ ഭദ്രാസനവും നോക്കിക്കാണുന്നു. താങ്ക് യു തിരുമേനി. Request Mr. Eldos Jacob, a good Samaritan, always very energetic, dynamic and highly spirited in the activities of the church, who is approachable at all times. Introduction about our Baba Tirumeni, His Holiness. Glory be to God Almighty. Good evening on and all gathered here. Very respected His Holiness Basilius Marthoma Matthews III, the Catholicos and Malangala Metropolitan. His Grace Dr. Abraham R. Stephanos, Diocesan Metropolitan of UK, Europe and Africa. Other dignitaries present here and my dear friends. It is written in Ephesians chapter 4, verses 11 to 12. And he gave the apostle, the prophets, the evangelists, the shepherds, and teachers to equip the saints for the work of ministry, for building up the body of Christ. I am entrusted on this blessed evening to speak few words about our Baba Tirumeni, the Catholicos of East and Malangara Metropolitan, who sits on the Holy Apostle throne of St. Thomas. Our Baba Tirumeni, born on 12th February 1949, to Cherian Andreas and Mariama, member of Vadur St. Peter's Church. His Holiness completed his schooling in Vadur St. Paul's UP School and Vadur SVRV High School. Baba Tirumeni graduated from CMS College in BSc Special Chemistry under Kerala University to join Kottayam Theological Seminary in 1973. He acquired his BD degree from Serambur University and did his higher studies in theology at the Theological Academy in Leningrad, Russia, following which he took his MTH and PhD from Rome. His Holiness continued his doctoral research in Oriental Institute of Rome and published many theses on theology in both English and Malayalam. His Holiness was ordained as the deacon in 1976 and later as parish priest in 1978 by His Holiness Basilius Marthoma Matthews I. His Holiness was elevated to the episcopal post 1991 and later as a metropolitan in 1993. Our Baba Tirumeni had been assisting in diocesan metropolitan responsibilities for Kottayam, Kandanat and Idukki. Later became the diocesan metropolitan of Kandanat Diocese and Malabar Diocese after. Other responsibility which His Holiness took over were assisting Malangara Metropolitan His Holiness Basilius Marthoma Paulos II, Working Committee member, Holy Episcopal Synod Secretary, Kottayam Orthodox Seminary Vice President, Synod Legal Commission President, Roman Catholic Orthodox Dialogue Member, Liturgical Commission President, Divya Bodhanam President, Baskioma Association President, and many more to the list. His Holiness is a theologian and philosopher and has been teaching in Kottayam Theological Seminary for 37 years. He has also been visiting professor of Nagpur Theological Seminary. He has chosen to elected as Catholicos of the East and Malangara Metropolitan on 15th October 2021, thereby leading his flock of sheep as a humble servant of God. He has organized more than several charitable projects in the diocesan level. That's Pradiksha Bhavan, Prashanti Bhavan, Pratyasha Bhavan, Pradibha Bhavan, Pradhanam Chikitsa Sahaya Pathadi,
പ്രമോദം അന്നദാന പദ്ധതി, പ്രസന്നം മാനസികാരോഗ്യ കേന്ദ്രം, പ്രാചാലനം, പ്രഭാതം, പ്രബോധനം, പ്രാപ്തി, പ്രയോജന മെഡിക്കൽസ്, പ്രവാഹം, പ്രീതി, പ്രശാന്തം, പ്രകാശം, പ്രശോഭ. His Holiness is a philanthropist. He works relentlessly for the upliftment of the poor, especially women. He started many ventures to help give employment opportunities to women from economically backward classes. His Holiness has written many books both in English and Malayalam. Some of his books are Nityajeevanil, Paurusya Veda Shastra Darshanam, Word Became Flesh, Christology of Philoxenos Mabuk, Malankara Sabhayil Samadhanathinte Suvarna Rekha, and any more. This is not all, but just tip of the iceberg itself. Let me conclude. We, your humble folk, pray wholeheartedly that may God Almighty grant you good health to lead us through. പെറ്റത് അമ്മയാണെങ്കിലും നമ്മളെയൊക്കെ പോറ്റി വളർത്തിയ സഭയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നയിക്കുന്ന ഞങ്ങളുടെ ബാബ തിരുമാനിക്ക് സിറ്റി ഓഫ് ലണ്ടൻ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി. Thank you, Mr. Eldos Jacob. You're always an inspiration for the youngsters, Eldos Jacob. Thank you. And we are humbled, Tirumeni, but what you have achieved for us and what you continue to do for us, may God give you the strength to do more for us. Baba Tirumeni mentioned in one of his meetings here that being the Catholicos is not an easy job, and the position is not a comfortable one as we think. അതെ, ഈ രാജ്യത്ത് വന്നിറങ്ങിയപ്പോൾ മുതൽ പരിശുദ്ധ പിതാവ് വിശ്രമമില്ലാതെയുള്ള ശുശ്രൂഷകൾ നാം ഏവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രായത്തിൻ്റേതായ വൈഷമ്യങ്ങളോ എല്ലാം മറന്നുകൊണ്ട് കർമ്മനിരതനായി തൻ്റെ ആടുകൾക്കായി ശുശ്രൂഷകളും പ്രസംഗങ്ങളും നിർവഹിച്ച് ആ ദൈവിക കരുത്ത് നമുക്കേവർക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നു. I recall the scriptures which says, "For many are called, but few are chosen." God has chosen you, dear Baba Tirumeni, to lead us in the right path. May I humbly request our beloved Tirumeni, His Holiness Basilius Marthoma Matthews III, to address the gathering. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. Dearly beloved Stephanos Tirumeni, Reverend Father Andrew, and other priests who are present, and all the faithful summoned, it gives me immense joy to be with you in this evening in the St. George Orthodox Church in London. And I was overwhelmed to hear that I am the first Catholic who came over here. And that is a very honor to me, and I appreciate your cooperation and your blessings to me. It was really informative that I could understand the long history which was presented by our senior member of the parish. Was given a description beginning from the 19th century and ended with the 21st century. So a large and also very picturesque description. I could understand many of the pioneers who led you in those years and how you could come to this position now. വളരെയധികം വൈദികര്, വളരെയധികം നേതാക്കന്മാരൊക്കെ ഈ സഭയെ നയിച്ചു.
നിങ്ങൾക്ക് നല്ല ഒരു ആരാധനാ സ്ഥലം ലഭിക്കുവാനിടയായി. Of course, I should also thank Reverend Father Andrew for allowing this beautiful parish for our church to celebrate Holy Kurbana every Sunday. Through these days, I could visit many of the parishes, and I could understand that the diocese is already well organized and well established and is going through its desired path. And I am very glad to note that our most beloved Stephanos Tirumeni is doing a very wonderful work, miraculous work, and also a hard suffering work for the betterment of the diocese. And the diocese, once I visit, this is the third time I visit the London parishes, and in all other visits I could see one or two parishes, but now we have about 10 parish, means 10 church buildings of our own, and also more than 40 other congregations worshipping every Sunday. And altogether we have about 60 priests who are serving in this area or in this diocese. So UK, Europe, Africa diocese now has become the largest continent, Canada. So we are going to begin 2 dioceses, one in the Far East, centered in Australia, and another in Canada. So the project reports were presented, and now we have decided, only thing we have to decide it in the general body meeting of the managing committee and the following Episcopal Synod to make its final arrangements. And also we had the very laborious work to do concerning the mission of the church. We have instituted a program, Vision 2052, that is, when we are going to celebrate the 200th anniversary of the beginning of the Malankara Orthodox Church, what should be the aspects or the limits of the Malankara Orthodox Church mission, what are to be done, what are our concerns, because in the developing world we have many things to do, not only for the people who are now, but also for the second generation we have in the United States and also in European countries. And also now it has come to the forefront, the third generation worshipping in the church. So we have to care for them too. For that we have made several programs, and also to have a digital data of all our members and parishes and our institutions of the Malankara Church, and also our missions, because in all our dioceses, not only in one diocese,
But in all our dioceses, we have many charity organizations, and we are concerned about the welfare of the society. So in almost all the dioceses, they have programs for the uplifting of the poor people and also helping those who are suffering. And there also we have to do much work. And we have to say that in India, we have many more works to do, especially outside Kerala, as well as inside Kerala. And also even outside India, we have mission to do. So we have we have started a project called Sahodaran in since 2 years. And now it has got a global dimension of its registration and other doing. And in the near future, if that registration of international registration is coming to its forefront, we will be able to extend our missions not only to Kerala or India, but also to different parts of the world, especially in Africa and other countries, and the South America and all other countries where people are suffering, to help. So Malankara Orthodox Church has a wider mission perspective, and that perspective we hope to fulfill through that project. That also we are planning, and we have already registered the society in America, and society can take its, of course, challenges to meet with the needs of the society, not only here, but in America or in other countries. Because in the developed countries or underdeveloped countries and non-developed countries, all countries meet with the problems of the poverty in different grades, that is all. It may be very acute in some Asian, African countries, but it is not absent in European countries as well as in America or Canada. When I have visited all those places, I could understand the real picture of the people. Of course, there are people who are very rich and there are very well behaving economic status they have, but there are people who are still starving even in the so-called developed countries. So there we have our mission to do. They have their own charitable works, but at the same time we can also do, we can also help them, and we can also cooperate with them for their help. Anyhow, that is our mission and our outreach programs which we have envisaged, and I think we will be able to fulfill it in the near future in our projects and other helping hands to be extended to the people of various denominations, irrespective of caste and creed, all over the world. That is our aim, and that is our mission and our vision. That we could do, I think so. And that is only a panorama of our efforts and endeavors and our future perspective, future programs which I simply given to you. Now, coming to our day-to-day life, only I have one message to be given, that is coming, reading from the St. Paul's letter to Philippians chapter 4, verse 4. Rejoice in the Lord, I say, always rejoice in the Lord again. Say, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു എന്നാണ്. Why I have took this
verse in my mind because after traveling all these days in these areas, I find very challenging situations in these areas. Of course, it is not a challenge only confined to this London or in the UK or Europe. But it is a phenomenon which we find everywhere. Because our youth are migrating in number to UK and Europe and other places. But when people are coming from Kerala or in a culture which is very different from the European culture, they may meet with many challenges. And there is every effort we have to do. And we have to give them courage. And by courage, they have to meet with many challenges in the society which is foreign to our culture and foreign to our day-to-day life. There, our youth should be given that encouragement that God is with them. So they have to rejoice. They needn't be disappointed of the challenges which they meet with, but at the same time to make them firm in the faith of Christ, in Christ, and also to strengthen them by saying that rejoice in the Lord because God is with you. That is in Psalm chapter 16 we see 8 and 9. Since I have put my God beside, I am happy. See, when we are going through the different challenges in the world, how to rejoice. Because St. Paul was writing this epistle while he was imprisoned in Rome. Even in the imprisonment in the jail, he could write that to the Philippians, rejoice in the Lord, because he was rejoicing. Even though he was in fetters, even though he was in jail, he was rejoicing. Because rejoicing in the Lord, because God is with us. God is always with us. It should be taken seriously that the resurrected Christ is not far from us. It was the strength of the apostles to do miracles and to evangelize, and how their evangelization became successful because they had that confidence that the resurrected Christ is with us. That is why when even just after the Pentecost, when Simon Peter and St. John the Apostle was going to the Jerusalem temple, there was the lame man was at the door of in Syriac it is called the Shafiro, means Sundaram Malayalatile, that is the happy gate. He was there. And how could they say, I have no silver or gold to give you, but in the name of God, you stand up. They could say, well, when they were pronouncing the name of the Lord, the lame could stand up and walk. Because they are not disappointed about the resurrected Christ. Resurrected Christ appeared to them and instruct them, go and preach. You can do miracles if you abide in me. You can do things which more than what I did. So with that courage they went. The resurrected Christ could help them, and thus the mission was, the gospel was spreading through all over the world. And that is what I would say, that we, the grown-up or the elder people, should give
courage to our young people who are living here, who are studying here, who are working here. They may meet with challenges very different from the challenges which we meet in Kerala or in India. That is another world. So they have to be strengthened by the word that they must rejoice in the Lord, in the presence of the resurrected Christ with them. So they can pull on in the society, they can become victorious and successful in the life, because always God is with us. The resurrected Christ helps us to meet with all the challenges. And I hope in the near future, our people who are still migrating and spreading the number of the institutions, they come for the work or for education, etc. Then more parishes will be instituted. But the new coming of our people, especially young people to the society, we have to be very careful to sustain them in the church. And for that, they must be strengthened by our advisors and our examples, to say that they are a very gifted people, or they are very much supported by Jesus Christ, so they can pull on without any fear. And that is our duty to do this here, I think so. I am so happy and thankful to all of you for your reception, grand reception and good words. And also I am happy that you are very helpful for the church as a whole, and we are very proud of you, and thank you. God bless you. Thank you very much, dear Tirumeni, for encouraging us this evening, especially for reminding us, because I know it's a working day today and we're all tired, we're all worried about what the future holds for us. But Tirumeni, you have encouraged us through Philippians 4:4 to rejoice and to look at people who are going through difficult moments. So Tirumeni has given us a task, a homework, to look for the people who are in crisis, look for the people who are in need. Thank you very much, Tirumeni. May God grant you the strength to lead us in His way. This congregation is blessed with your presence today, Reverend Father Andrew Keep and Miss Barbara Nicholson. Probably you would have heard all of us talk about how grateful we are to the Church of England. Words are not just enough to thank you. We are deeply indebted to you for sharing us this place right in the heart of the city, so we can come and worship every Sunday and all church events. This place is so central in terms of connectivity and travel that we see an average of about 2 to 3 people join us newly every Sunday. So, that's because of the proximity of this place. So, thank you very much. May I now request Father Andrew Keep to share a few words. Your Holiness, Your Grace, Right Reverend and Reverend Fathers, it has been a privilege, honor, and delight to share with you in your act of evening prayer, and also to meet your flock. And I know that our congregation prays very much that with you will go the peace of Christ this day and always. Thank you.
Thank you, Father, for your short and crisp, kind words for us. Thank you. We want to take this moment to thank and honor these lovely people with us, Reverend Father Andrew Keep and Miss Barbara Nicholson. May I now request our Baba Tirumeni to present a memento as a token of our love to Reverend Father Andrew Keep. Thank you. So the symbol of the church. Oh, yes. So there's the symbol of the church. The Vote. Thank you. May I also request our Stephanos Tirumeni to present the memento to Miss Barbara Nicholson. താങ്ക് യു തിരുമേനി. റെസ്പെക്റ്റഡ് ജോയി അച്ഛൻ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏബ്രഹാം കോർപ്പിസ്കോപ്പ അച്ഛൻ, നമ്മെ സംബന്ധിച്ച് നമ്മുടെ പിതൃതുല്യനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പിതാവിനെ പോലെ നമ്മുടെ വിഷമങ്ങൾ പറയാനും ഷെയർ ചെയ്യാനും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ തമാശ രൂപത്തിൽ തരുന്ന പ്രിയപ്പെട്ട ജോയി അച്ഛൻ. അച്ഛനെ സംബന്ധിച്ച് ഈ മാസം വളരെ സ്പെഷ്യലാണ്. കാരണം അച്ഛൻ്റെ ബർത്ത്ഡേ ഈ മാസമാണ്. ഒന്ന്, അച്ഛൻ ഡീക്കനായിട്ട് ഓർഡൈനായ മാസം ഇതാണ്. ഹി ഓർഡൈൻഡ് ആസ് എ പ്രീസ്റ്റ് ഇൻ ജൂൺ. അതുപോലെ തന്നെ കോറെപ്പിസ്കോപ്പ ആയതും ഒരു ജൂണിലാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്പെഷ്യാലിറ്റീസ് ബഹുമാനപ്പെട്ട ജോയി അച്ഛനെ പറ്റി പറയാനുണ്ട്. അച്ഛനെ ഈ അവസരത്തിൽ ദയവ് ചെയ്ത് കൊച്ചമ്മ കൂടി മുന്നോട്ട് വരണം. പരിശുദ്ധ ബാവാ തിരുമേനി ജോയി അച്ഛനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. Thank you, Tirumeni. Thank you, Achi. We have a very energetic and dynamic OCYM group in our church. They have been always enthusiastic through the thick and thin of this church. They have been active in fundraising, charity works, arranging online quiz competitions, just to name a few. OCYM group of St. George's Indian Orthodox Church, City of London, would like to present a memento to our Baba Tirumeni. I will request the church youth office bearers to come forward and present the same to His Holiness. Thank you, the youth of our church. Thank you so much. Mr. Verghese Mathai, an entrepreneur, marathon runner, South Zone Sunday School Zonal Coordinator. Not sure if many of you know. These are some of the credits that Mr. Verghese Mathai has. He's the first person to arrive in the church every Sunday for the worship, always striving hard for the upliftment of the church with a smile on his face. I would like to call upon Mr. Verghese Mathai, our Honorable Treasurer, to deliver the vote of thanks. Glory to the Triune God. On behalf of St. George's IOC, City of London, I have the honor of giving vote of thanks today to all those who have made this event a meaningful one. His Holiness Baba Tirumeni
is on an apostolic visit to UK Diocese. This visit has been long anticipated after his succession into the throne. For us, the visit brings joy, blessings, and emotional energy. His speeches is widely considered as spiritual and philosophical. Baba Tirumeni's commitment to a progressive humanism is commendable. We are all blessed with your visit, and on behalf of St. George's IOC, we extend our heartfelt thank you to you. Next one is our Diocesan Metropolitan, His Grace Abraham Mar Stephanos Tirumeni. He is the driving force behind all this. Tirumeni's dedication to the church, the warmth of smile, and zest for work is commendable. Thank you, Tirumeni, for we have been blessed with your presence this evening. In the city of London, the sound of Orthodox worship is resembling day and night. We believe it's transforming the city. Thanks to the beautiful churches, Church of England has been built centuries ago. Thank you, Father Andrew Keep and Barbara, for accepting our invitation. It was a blessing to have you both here with us today. We hope you have enjoyed the experience of Malayalam service. We would love to see you again and hope you will continue to be part of our church family. Next is, I would like to thank Abraham George Kor Episcopa, formerly known as Joy Achan, for all his contribution in making this church in today's format. Achan is a great person, a man of rare modesty, a great teacher. Thank you for all your guidance and contribution, Achan. I would like to thank you, Father Varghese Matthew Achan, our diocesan secretary. Along with our diocesan bishop, his strong desire makes all these Baba Tirumeni's meetings a meaningful one. Thank you, Achan. Next one is our vicar, Father Binu P.J. Achan. He has always demonstrated the integrity, professionalism, and accountability in whatever he does. Thank you, Achan, for being an amazing leader, to all the guidance and support you rendered to make this evening a remarkable one. Next, I would like to take this opportunity to thank you all the Achans, Ebi Achan, Nidhin Achan, and Jins Achan, and Baiju Achan, who joined us today. Thank you for your presence this evening. It has been a blessed one and has added an extra spark to this event by making it more special. Thank you. We would like to thank you, Sarah, the manager of Churches of England and lead of communication and media, for your presence and participation in today's evening. And our senior member, Mr. K. Thomas, and our secretary, Mr. Eldos Jacob, they had given Mr. K. Thomas had given a brief history of our Indian Orthodox Church in UK, and our secretary Eldos Jacob had illustrated Baba Tirumeni's earlier life and mentioned various projects he had established back in Kerala. Thank you both. Finally, I would like to thank you, each and every one of you, my church managing committee members, and all the spiritual organization, MMVS, OCYM, Sunday School Choir, for all your support and participation in making this event a grand success. Your contribution have not gone unnoticed, and I am grateful for all that you have done. In conclusion, on behalf of St. George's Indian Orthodox Church, City of London, thank you all. Thank you, Mr. Varghese Mathai, dear CP Chetan, for all your guidance in making the arrangements of this event. Next, the church choir will lead us in the Catholicate song, and it will be followed by the benediction by Baba Tirumeni.
May I kindly request the whole congregation and dignitaries to rise and join the choir in singing the Katholika Mangalaganam. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. ആത്മീയമായ ശുശ്രൂഷകളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങൾ വാങ്ങിപ്പോയവരും ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനങ്ങളും കുറവുള്ളതുമായ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും എൻ്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാണമേ. Abavaroruhukadisho Hosho Kulesuban Levelmin. Love of God the Father, grace of the only begotten Son, fellowship and indwelling of the Holy Spirit be with you forever and ever. Amen.